നെയ്മർ ജൂനിയർ പാടെ ബാഴ്സലോണയിലേക്ക് എത്തിയാൽ എന്തായിരിക്കും ബാഴ്സയുടെ അവസ്ഥ? അല്ലെങ്കിൽ നെയ്മറിനെ എവിടെ കളിപ്പിക്കും? അല്ലെങ്കിൽ ബാഴ്സയിലെ നിലവിലുള്ള താരങ്ങളെ എവിടെ കളിപ്പിക്കും? അൻസു ഫ്ലിക്കിന് ഇതൊരു മികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. നെയ്മർ എത്തുമ്പോൾ അദ്ദേഹം ഈ ഒരു ട്രാൻസ്ഫറുമായിട്ട് സഹകരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം ആൾറെഡി മുന്നേറ്റ നിര സെറ്റാണ് ബാഴ്സയിൽ. അതുമാത്രമല്ല മികച്ച ഫോമിലാണ് ലെവൻഡോസ്കി, റാഫിന്യ, അതുപോലെ ജമാൽ പോലുള്ള താരങ്ങൾ അവിടെ സെറ്റാണ് ടീം ആൾറെഡി അവിടെ. ആ ഒരു കൂട്ടത്തിലേക്ക് നെയ്മർ ജൂനിയർ എത്തുമ്പോൾ എന്തായിരിക്കും ബാഴ്സയുടെ അവസ്ഥ? മാത്രമല്ല നെയ്മർ മാത്രമല്ല, ലയണൽ മെസ്സിയും വരുന്നുണ്ട് എന്നുള്ള റൂമറുകൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സി ടു ബാഴ്സ, നെയ്മർ ടു ബാഴ്സ. പഴയ മെസ്സി സുവാരസും മെസ്സി നെയ്മർ അവിടെ ഒരുമിക്കും എന്നുള്ള വാർത്തകൾ വേറെ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നെയ്മർ ബാഴ്സയിലേക്ക് എത്തുന്നു എന്നുള്ള ന്യൂസിന് പിന്നാലെ അൻസു ഫ്ലിക്ക് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫറുമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അത് എൻ്റെ ജോലിയല്ല, അത് ട്രാൻസ്ഫറുമായിട്ടും താരങ്ങളെ സൈൻ ചെയ്യുന്ന ആളുകളും തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവരുടെ ജോലിയാണ്, അത് എൻ്റെ ജോലിയല്ല, അതെൻ്റെ ജോലിയല്ല. ഞാൻ നോക്കുന്നത് ഇപ്പോഴത്തെ ടീമിനെ ബെറ്ററാക്കി കൊണ്ടുപോകാനും ഇപ്പോഴത്തെ ഗെയിമുകൾ മികച്ചതാക്കിയിട്ട് വിജയിക്കാനും അങ്ങനെ വിജയിച്ച് ഈ ഒരു സീസൺ മുഴുവനാക്കാനുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന. അല്ലാതെ നെയ്മറിനെ സൈൻ ചെയ്തതും നെയ്മറുമായിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസുകളും എൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അൻസു ഫ്ലിക്കിൻ്റെ മറുപടി. ഏതായാലും നെയ്മർ ടു ബാഴ്സ എന്നുള്ള ന്യൂസുകൾ ഒരുപാട് എവിടെ നോക്കിയാലും സ്പോർട്സ് മാധ്യമങ്ങളിൽ ന്യൂസ് മാത്രമേ ഉള്ളൂ. ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെ ചില ഇതുമായി സൂചന നൽകുന്ന റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട് അത് വാസ്തവമായിരിക്കും എന്നറിയില്ല. നെയ്മർ ടു ബാഴ്സ എന്ന ഒരു ട്രാൻസ്ഫറിന് അൻസു ഫ്ലിക്ക് എത്ര കണ്ട് ആക്സെപ്റ്റ് ചെയ്യും എന്നും നമുക്കൊന്നും അറിയില്ല. കാത്തിരിക്കാൻ നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സാന്റോസിൽ അദ്ദേഹം 5 മാസത്തിന് വന്നതാ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങുമോ അതോ അവിടെ തന്നെ തുടരുമോ എന്നുള്ളതൊക്കെ അല്ലേ.